നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ശിവ വേണ്ട, അവൾക്കിപ്പോൾ വേണ്ടത് കുറച്ച് ടൈമാണ്. അത് കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഋതു, ഞെട്ടണ്ട, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ. നീ എന്നും എനിക്കെൻ്റെ ഋതു മാത്രമാണ്. അങ്ങനെ എല്ലാവരും വിളിക്കുന്ന പേര് നിന്നെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ നീ ഇപ്പം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോകുവാണ്. പക്ഷേ അതിനർത്ഥം ഞാൻ നിന്നെ എന്നേക്കായിട്ട് ഉപേക്ഷിച്ച് പോകുന്നൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല, ഉപേക്ഷിക്കില്ല. എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും. അത് നീ ഇനിയിപ്പോൾ എന്നെ അക്സെപ്റ്റ് ചെയ്താലും അല്ലെങ്കിലും. പിന്നെ ഒരു കാര്യം കൂടി, നീ പറഞ്ഞല്ലോ നിന്നോടുള്ള സിമ്പതി കൊണ്ടാണ് എനിക്കിപ്പോൾ നിന്നോട് ഇഷ്ടം കൂടിയതെന്ന്. ആ ചിന്ത ഉണ്ടല്ലോ എടുത്തങ്ങ് കാട്ടിക്കളഞ്ഞോളണം. കേട്ടല്ലോ പറഞ്ഞേ? ഞാൻ നിന്നെ നീ ആയിട്ടേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാതെ ഒരു സിമ്പതി എമ്പതി ഒന്നും കൊണ്ടല്ല. ഐ ലവ് യു, your character. I love the way you are, the way you walk, the way you smile. I just love every single thing in you, just you. നിന്നെ എനിക്ക് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും. അതേപോലെ നിന്നെ മാറ്റിയെടുക്കുകയും ചെയ്യും ഞാൻ, നിന്റെ സമ്മതത്തോടു കൂടെ തന്നെ. അതുകൊണ്ട് എൻ്റെ ഋതുമോളെ യെസ് പറയാൻ റെഡി ആയിക്കോട്ടോ. എന്നാ പിന്നെ ഏട്ടൻ പോട്ടെ. ബൈ. ഒന്നുമില്ല, എനിക്കവിടെ കഫേയിൽ പണിയുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു മിനിറ്റ് കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ അവളെൻ്റെ ശവടൊക്കെ നടത്തിയത്. വരുന്നുണ്ട്. എന്തായോ എന്തോ. എന്തായി? അവൾ ആട്ടി വിട്ടില്ലേ? എനിക്കപ്പോഴേ അറിയായിരുന്നു ഇതെങ്ങനെ വരുള്ളൂന്ന്. എന്തായിടാ നവി, അവളെന്ത് പറഞ്ഞു? അവളെ സമ്മതിക്കുന്നില്ല ഏട്ടാ. അവൾക്ക് മാരേജ് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടെന്നാ പറയുന്നത്. എടാ നവിക്കുട്ടാ, എനിക്ക് തോന്നുന്നത് അവൾക്ക് എപ്പോഴും അവളുടെ പഴയ കാമുകനെ ഇഷ്ടമാണെന്നാണ്. അവനായിട്ടിട്ട് പോയതല്ലേ, അവള് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ നിന്നെ റിജക്റ്റ് ചെയ്തത്. എടാ തെണ്ടി, ചങ്കിക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലടാ. നീ ഈ സമയത്ത് എന്നെ മോട്ടിവേറ്റ് അല്ലടാ ചെയ്യേണ്ടത്. അതിന് പകരം തളർത്താൻ നോക്കുന്നോടാ പട്ടി. അല്ല, അത് പിന്നെ ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ? നമ്മള് ഒരു സാധ്യതയൊന്നും തള്ളിക്കളയാൻ പാടില്ലല്ലോ. അങ്ങനൊന്നും ഉണ്ടാവില്ല മനു. അവൾ അത് അന്നേ വിട്ടതാ. എനിക്കറിയാം അവളെ. എന്റെ സിദ്ധുവേട്ട, ഇല്ലെങ്കിലും നമ്മളുണ്ടെന്ന് പറയണം. ഇങ്ങനെയെങ്കിലും നമുക്കൊരാളുടെ മനസ്സമാധാനം കളയാൻ പറ്റുള്ളൂ. എടാ കൂട്ടുകാരൻ തെണ്ടി, നിനക്കുള്ളത് ഞാൻ തരാട്ടാ. തനിക്ക് എന്തിൻ്റെ കേടാണോ? തനിക്കിങ്ങനെ ഒരാളുടെ സമാധാനം കളഞ്ഞിട്ട് എന്ത് മനസ്സൊക്കെ കിട്ടുന്നത്? തൻ്റെ സമാധാനം കളയാനായിട്ട് ആരെങ്കിലും പറഞ്ഞു, എന്നാലേ തനിക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഓ, ഈ കുരിപ്പിട്ട് മാറ്റി വന്നേ. ഇങ്ങനെ പോവാണെങ്കിൽ നിനക്കുള്ളത് ഞാൻ തരേണ്ടി വരില്ല. എൻ്റെ പെങ്ങളിട്ട് തന്നെ തന്നു. പെങ്ങളാ? ഇവളാ? ഇതൊക്കെ ഇപ്പോ? സമയം കറക്റ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നിനക്കറിയണമെന്നുള്ള നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പെങ്ങളോട് പറയാം, അവള് നിനക്ക് പറഞ്ഞുതരും. അയ്യോ എൻ്റെ പൊന്നൂ വേണ്ട, എനിക്കിതുവരെ കിട്ടിയത് തന്നെ ധാരാളം. ഇനി വാങ്ങിക്കാനുള്ള ത്രാണി എനിക്കില്ല. അവൾ അമ്പനും വെല്ലിനും അടിക്കുന്നില്ലല്ലോ സിദ്ധുവേട്ടാ. പിന്നെ നവി അവിടെ നിന്ന് നല്ല മാസ ഡയലോഗ് അടിച്ച് അവളെ കൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടുത്തുമെന്നും അവളെ മാറ്റിയെടുക്കുമെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ നവി പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് അവൾ മാറും എന്നുള്ളത്. ദേ നവി, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. എങ്ങാനും എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ, നീയും നിന്റെ കൂട്ടുകാരനും ഈ ശിവ ആരാന്ന് ശരിക്കും അറിയും. അതിനെ എന്നിതിലേക്ക് പിടിച്ചിടുന്നതിനാ? പറഞ്ഞത് അവനല്ലേ, എന്തിനു ചെയ്ത അവനല്ലേ ചെയ്യുന്നേ. അത് പിന്നെ നിങ്ങളൊരു പാക്കേജ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പിന്നെ കിട്ടുമ്പോൾ രണ്ടുപേർക്കും കിട്ടും. അതെന്തായാലും ഒരു നല്ല തീരുമാനമാണ്. അളിയ, യു ഡോണ്ട് വറി. അതിനുള്ളൊരവസരം ഞാൻ എന്തായാലും ഉണ്ടാക്കില്ലല്ലോ. അതിനുള്ളൊരവസരം നീ ഉണ്ടാക്കാനായിട്ടുള്ളൊരവസരം ഞാൻ ഉണ്ടാക്കില്ലല്ലോ. എന്തോന്ന്? എന്തായാലും കാര്യം മനസ്സിലായല്ലോ. അത് മതി, വാ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം. സമയം ഒരുപാടായി. സിദ്ധുവേട്ടാ, ഞങ്ങൾ ഇറങ്ങുവാണേ. ആടാ, ശരിയെന്നാ. ബായ് സിദ്ധുവേട്ടാ. ശിവ ബായ്. ബായ് നവി. എന്നാ ശരിയേട്ടാ സിദ്ധുവേട്ടാ, ബായ്. അവിടേക്കും ഒരു ബായ്. ഓ, എനിക്കൊന്നും വേണ്ട തന്നെ ബായ്. കൊണ്ടേ ഉപ്പിലിട്ട് വെക്കി. ഓ, വേണമെങ്കിൽ വേണ്ട. പറഞ്ഞോ പോയി. എന്തിനൂടെ ദേഷ്യപ്പെടുന്നേ? സല്ല പോട്ടളിയാ.
ഹോ, എന്നാലും എന്തൊക്കെയാണല്ലേ അവരുടെ ലൈഫിൽ സംഭവിച്ചത്. പാവം നമ്മുവും സിദ്ധുവേട്ടനും ശിവയും. ഡാ വേണ്ട, സിമ്പതി വേണ്ടടാ. അവരത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവരെ സിമ്പതിയുടെ കണ്ണുകളോട് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അത് വേണ്ട. അല്ലടാ, ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അല്ല, നീ ഇത് അളിയനോടും ചേച്ചിനോടും പറഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യമൊക്കെ. അവരോട് എങ്ങനെ ഇത് അവതരിപ്പിക്കാൻ പോകുന്നേ? പറയണം, എങ്ങനെയെങ്കിലും പറയണം. ഋതുവിനെ കണ്ടതുപോലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഇപ്പം അങ്ങോട്ട് വിളിച്ച് പറയുന്നേ. ഇപ്പോ വേണോ? വേണം വേണം. നല്ല കാര്യങ്ങളൊന്നും അങ്ങനെ പിന്നത്തേക്ക് വെച്ചുകൂടാ. ഞാൻ വേണമെങ്കിൽ ഡയലി തരാം. നിനക്കെന്തതിൽ ഇത്ര ശുഷ്കാന്തി? അല്ല, അത് പിന്നെ ഓ, ശിവ ആയിരിക്കും അല്ലേ റീസൺ? വാഴ നനയുമ്പോൾ ചീരയും കൂടി നനഞ്ഞോട്ടെ എന്ന് അല്ലേ? ഓ, മനസ്സിലായല്ലോ എൻ്റെ അളിയ. എന്നെ മനസ്സിലാക്കാനായിട്ട് നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ കേട്ടോ. ഓ, തന്നെ തന്നെ മതി സോപ്പിട്ടത്. മരിക്ക് ഫോണിൽ വിളിക്കാൻ നോക്ക്. ഇതാ ഇപ്പൊ വിളിച്ചു തരാം. ഫോൺ അടിക്കുന്നു. മീനു, ആ ഫോണൊന്ന് എടുത്തുകൊണ്ട് വരാവോ? ഓ, നിങ്ങളുടെ അളിയനാ വിളിക്കുന്നേ, എന്റെ പുന്നാരനിയൻ. ആ തണ്ടി എന്തിനാ എന്നെ വിളിക്കുന്നേ? എന്താ? അല്ല, അവൻ എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചതാ. ഇങ്ങതാ, ഞാൻ എടുത്തു നോക്കട്ടെ. ഹലോ അളിയ, മൈ ഡിയർ പുന്നാരളിയ, ഐ മിസ് യു അളിയ. അളിയൻ ഇപ്പോഴും എൻ്റെ ചേച്ചി ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ താമസിക്കുന്ന അളിയൻ ഒരു ഓസ്കർ തന്നെ തരണം അളിയ, ഓസ്കർ തരണം. മോനി മനുട്ട, ഫോൺ സ്പീക്കറിലാടാ കുട്ട. നിന്റെ ചേച്ചിയുടെ എല്ലാം കേൾക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും പറഞ്ഞേ. അല്ലെങ്കിൽ എൻ്റെ ചേച്ചിനെ പോലെ ഒരു തങ്കക്കുടത്തിനെ കിട്ടിയ അളിയൻ പുണ്യം ചെയ്യണ്ടേ? അളിയനെ വേറെ എവിടെ നിന്ന് കിട്ടും ഇങ്ങനെ ഒരു പൊന്നും കുടത്തിനെ? ഡാഡാ മതി മതി. നവീനൂട്ടൻ എന്തേ? രണ്ടും കൂടി അവിടെ വെള്ളം അടിക്കാണല്ലേ? ഞാനിവിടെ ഉണ്ട് എൻ്റെ ഏട്ടത്തി. ഞങ്ങളിങ്ങനെ ചുമ്മാ രണ്ടെണ്ണം ഇങ്ങനെ അടിച്ചിരുന്നത്. തണുപ്പൊക്കെ അല്ലേ? നിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വർത്താനം കേട്ടിട്ട് അവർ രണ്ടെണ്ണം അടിച്ചതായിട്ടല്ല എനിക്ക് തോന്നുന്നേ. അയ്യോ, സത്യമായിട്ടും ചേച്ചി ഞാൻ രണ്ടെണ്ണേ അടിച്ചിട്ടുള്ളൂ. ഉവ്വ ഉവ്വ, അത് നീ പറയുന്നതല്ലേ? അല്ല, എന്താണാവോ ഇപ്പൊ ഈ നേരത്തെ ഇങ്ങോട്ടേക്കൊരു വിളി? അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കാതെ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറേ ഇല്ലല്ലോ. അത് പിന്നെ നവിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒരു ഇമ്പോർട്ടന്റ് കാര്യം. അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. എന്താണാവോ കാര്യം? പറയ് കേക്കട്ടെ. അത് വേറൊന്നുമല്ല ഏട്ടാ, ഏട്ടത്തി, അച്ഛനും വിച്ചുനുള്ള ചെറിയമ്മേനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, കൂട്ടത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള അമ്മായിനെയും കണ്ടുപിടിച്ചു. ശരിക്കും ഇത് സത്യമാണോ നവീനൂട്ടാ? ഓ, നവീനൂട്ട് മാത്രമല്ല, ഞാനും പറഞ്ഞായിരുന്നു ഒരു കാര്യം. ചേച്ചി എന്താ എന്റെ കാര്യം ശ്രദ്ധിക്കാത്തേ? അല്ലെങ്കിലും പണ്ടോട്ട് ചേച്ചിക്ക് അവന്റെ കാര്യം ശ്രദ്ധിക്കാൻ മാത്രമേ നേരമുള്ളൂ. നിന്റെ കാര്യമൊക്കെ ആർക്കറിയണം? നീ പതിപോലെ വല്ല മതമ പെൺപിള്ളേരായിട്ട് ഫ്ലോട്ട് നടക്കുന്നതിനായിരിക്കും പറയുന്നത്. ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ. അല്ല നവീനൂട്ടാ, ഇനി നീ എങ്ങാനും അവൻ്റെ കൂടെ കൂടിയിട്ട് ഇതേപോലെ വല്ല മദാമ പെങ്കൊച്ചിനെ ഫോറിൻ പെങ്കൊച്ചിനെ വല്ലതും ആണോടാ കണ്ടുപിടിച്ചേക്കുന്നത്? ഞാൻ അങ്ങനെ ആവും എൻ്റെ ഏട്ടത്തി കുട്ടി. അവള് ഒരു തനി നാടൻ കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്. പക്ഷെ മലയാളിയാണ്, ഹിന്ദുവാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അതെ, പിന്നെ അളിയ, നിങ്ങളുടെ ഭാര്യനോട് പറഞ്ഞേക്ക് ഞാൻ കണ്ടുപിടിച്ചതും ഫോറിൻ പെങ്കൊച്ചൊന്നും അല്ലാന്ന്. ഇവൻ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ പെങ്കൊച്ചിന്റെ സിസ്റ്ററിനെയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആഹാ, ഇതിപ്പോ ലാഭായല്ലോ. നീ വിഷമിക്കണട മനൂട്ട, നിനക്ക് സപ്പോർട്ടിന് ഈ അളിയനുണ്ട്. അച്ചൂട്ടാ, അവൻ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ മനുമാമ. വിച്ചൂട്ടാ, യു ടു. പക്ഷെ ഏട്ടത്തി, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ കേട്ടിട്ട് ഏട്ടനും ഏട്ടത്തിയും കൂടി ഒരു ഡിസിഷൻ പറയണം. എന്താണ് നവി? എന്താ കാര്യം? അത് പിന്നെ എൻ്റെ പെണ്ണിന് സംസാരശേഷിയില്ല. എന്താ സംസാരശേഷി ഇല്ലെന്നോ?
ഇപ്പം ഇല്ല എന്നുള്ളൂ. പക്ഷേ അവള് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടും. നീ എന്തൊക്കെയാ പറയുന്നത് നവീനൂട്ടാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം എല്ലാം വ്യക്തമായിട്ട്. അത് എന്താന്ന് വെച്ചാ എന്ത് തോന്നുന്നു ഏട്ടനും ഏട്ടത്തിക്കും ഇതൊക്കെ കേട്ടിട്ട്? എനിക്കവളെ ഒരുപാട് ഇഷ്ടം ഏട്ടത്തി. പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇനി അഥവാ പറഞ്ഞാലും ഏട്ടത്തി പറയുന്ന ആ ഒരു കാര്യം മാത്രം ചിലപ്പോൾ ഞാൻ കേട്ടില്ല എന്ന് വരും. നവീൻകുട്ട, പക്ഷെ ആ കുട്ടിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ലേ പറയുന്നേ? അതൊക്കെ അവൾ ഇപ്പം പറയുന്നതല്ലേ ഏട്ടത്തി, അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. മോനെ, നീ അവളെ വേദനിപ്പിക്കരുത്. അവളെ മാത്രമല്ല, അവളെ നേടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവൾക്ക് വേണ്ടി മറ്റാരെയും നീ വേദനിപ്പിക്കരുത്. ഇല്ല ഏട്ടത്തി, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടമല്ലേ? നിന്റെ ഇഷ്ടം തന്നെയാ ഞങ്ങൾക്ക് വലുത്. പിന്നെ ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും നീ അത് കേൾക്കാൻ പോകുന്നില്ലല്ലോ ഈ കാര്യത്തിൽ. അതെന്തായാലും ഇല്ല. അല്ല നവീനൂട്ട, ഈ കുട്ടി കാണാൻ എങ്ങനെയാ? ഒരു ഫോട്ടോ അയക്കാവോ? ഞാനിപ്പോൾ അയച്ചുതരാം ഏട്ടത്തി. നീ ബുദ്ധിമുട്ടുണ്ടാ, ഞാൻ അയച്ചോളാം. ഡോണ്ട് വറി. ചേച്ചി, ഇതിനകത്ത് ആദ്യം അയച്ച ഫോട്ടോയിലുള്ളതാണ് അവൻ്റെ പെണ്ണ്, രണ്ടാമത്തെ അയച്ച ഫോട്ടോയിലുള്ളതാണ് എൻ്റെ പെണ്ണ്. അയ്യോ, ഇപ്പോഴേ എൻ്റെ പെണ്ണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എടാ, അതുങ്ങൾക്കും കൂടെ നിങ്ങളെ ഇഷ്ടാവണ്ടേടാ. നവീനൂട്ടിൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് തീരെ പ്രതീക്ഷയില്ല. ചേച്ചി, ചേച്ചിക്ക് പണ്ടല്ലെങ്കിൽ ഇവന്റെ അടുത്ത് സ്നേഹം കുറച്ച് കൂടുതലാണ്. എന്തായാലും രണ്ടും കൊള്ളാം, നല്ല സുന്ദരി കൊച്ചുങ്ങള്. ചെറിയച്ച കൊള്ളാം, നല്ല സൂപ്പർ ചെറിയമ്മ. മാമ, മാമീനെ കാണാനും കൊള്ളാട്ടോ. പിന്നെ ചെറിയച്ച, മാമ എങ്ങാനും അവരിനി സമ്മതിച്ചില്ലെങ്കിൽ അവരെ മടിച്ചോണ്ട് ഇങ്ങ് പോരണ്ണേ, കിഡ്നാപ്പ് ചെയ്തോണ്ട് വരും. നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാം സെറ്റാക്കാം. അതാണ്. അല്ലെങ്കിലും ഞങ്ങളുടെ മക്കള് പൊളിയാ, അല്ലടാ നവി? പിന്നല്ല. ഡാ, മതി മതി, ചെറിയ വായിൽ എന്ത് വർത്താനം ഈ പറയുന്നേ? മരിക്ക് ക്ലാസ്സിൽ പോകാൻ നോക്കിയടാ ചുട്ടാ. വിച്ചു, നീ ഇവനെ വിളിച്ചോണ്ട് പോയി, സ്കൂൾ ബസ് ഇപ്പോൾ വരും. എടാ ശരിടാ അമ്മ, ഞങ്ങൾക്ക് വന്ന് ഇറങ്ങാൻ ടൈമായി, വെക്കുവാണ്. ശരി ഏട്ടത്തി, എന്നാ ബൈ. അപ്പൊ ചേച്ചി, എന്റെ വകയും ബൈ. രണ്ടെണ്ണവും അധികം ഉറക്കം വെച്ചിരിക്കാതെ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കട്ടോ. ഓ ആയിക്കോട്ടെ, ബൈ ബൈ. എന്താ മീനു നീ ആലോചിക്കുന്നത്? അതല്ല ഏട്ടാ, എനിക്ക് അച്ചൂട്ടൻ്റെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും ഒക്കെ കേട്ടിട്ട് പേടിയാവുക. അവൻ ഏകദേശം നവീനെ പോലെ തന്നെ ആയി വരുന്നുണ്ട്. അവനാണെങ്കിൽ നവീൻകുട്ടിൻ്റെ സ്വഭാവമാണ് കിട്ടിയേക്കുന്നതും. ഇനി എങ്ങാനും അവനെപ്പോലെ തന്നെ എന്തെങ്കിലും നവീനായാലും നമ്മൾ ഒരു കണക്കിനല്ല മാറ്റിയെടുത്തത്. അങ്ങനൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതിരിക്കുക. അതല്ല, ഇനി ആ കുട്ടി ഒട്ടും സമ്മതിച്ചില്ലെങ്കിൽ അവൻ വല്ല പ്രശ്നവും ഉണ്ടാക്കുമെന്ന് എൻ്റെ പേടി. അങ്ങനൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കാതിരിക്കേണ്ട മീനു. അതൊക്കെ പണ്ടായിരുന്നില്ലേ, ഇപ്പൊ അവൻ അങ്ങനെയൊന്നുമല്ല. അവൻ ഒരുപാട് മാറിയില്ലേ. ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചൂട്ടനായാലും അവനെ പോലെ തന്നെ വാശിയും ദേഷ്യം ഒക്കെ കൂടുതലാണ്. പ്രത്യേകിച്ച് അവന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടാതിരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇല്ല എൻ്റെ മീനു, നീ ഒന്ന് സമാധാനമായിട്ടിരുന്നേ, വേണ്ടാത്ത ഒന്നും ആലോചിച്ച് കൂട്ടാതെ. പിന്നെ അവൻ ഒറ്റക്കല്ലല്ലോ, നമ്മുടെ മനുവില്ലേ കൂടെ. അവൻ കൂടെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേണ്ട മീനൂട്ടി. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ മനു നോക്കിക്കോളും. ബാ, നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മളും ലേറ്റ് ആവും എത്താനായിട്ട്. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാനായിട്ട്. വന്നേ. ഇപ്പൊ തൽക്കാലം എന്റെ മീനൂട്ടിക്ക് സമാധാനമാവാനായിട്ടേ ഇത് വെച്ചോ. ഇനി ഇറങ്ങാവോ? സിദ്ധു ഏട്ടാ. വന്നല്ലോ ഏട്ടാ, വിക്രമനും വേതാളും. എന്താ ഇത്ര ലേറ്റായി? അത് പിന്നെ ട്രാഫിക്. എന്തോ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ പറ. എന്റെ പൊന്നു നവി, പ്രേമിക്കാനൊക്കെ നടക്കുമ്പോ കുറച്ച് ഉത്തരവാദിത്തം കൃത്യനിഷ്ഠയൊക്കെ ആയിക്കൂടെ? ഞാനല്ല ശിവ, ദേ ഇങ്ങോട്ട് പറഞ്ഞാ മതി. ഇവനാണ് ലേറ്റ് ആയത്. ഇന്ന് എഴുന്നേക്കാനും ലേറ്റായി, ഇറങ്ങാനും ലേറ്റായി. ഇവന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞൊന്ന് ഇറങ്ങണ്ടേ സാറ്? അല്ലെങ്കിലും ഇയാൾ കൂടെ ഉള്ളതാണ് നവിക്ക് ആകെയുള്ളൊരു കുറവ്. ദേ സിദ്ധു ഏട്ടാ, നിങ്ങൾ അനിയത്തിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയൂ. ശിവ മതിടി, എന്തിനാ വെറുതെ? അത് കുഴപ്പമൊന്നുമില്ല സിദ്ധു ഏട്ടാ, അവൾ അധികമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ അവനത് ആവശ്യം. നവി, ഞാനേ എന്തായാലും ഒന്ന് അവിടം വരെ പോയിട്ട് വരാട്ടോ. അവള് നിന്നെ തിരിഞ്ഞൂടെ നോക്കില്ലോട്ടോ, നോക്കിക്കോ. കോൺഫിഡൻസ് കളയാതെ തെണ്ടി. അയാൾ അങ്ങനെ പലതും പറയും, അത് മൈൻഡാക്കണ്ട. നവി പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ശിവ. അയ്യോ ഈ വഴിയല്ല ആ വഴി. ഓ സോറി, വഴി മാറിപ്പോയല്ലേ, ടെൻഷനായിട്ടാ. പിന്നെ ചിരിക്കുന്നു. ഇവക്കെന്താ അവൻ്റെ അടുത്ത് മാത്രമേ ചിരിച്ച് കാണിക്കാൻ അറിയാൻ പാടുള്ളൂ, ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും ചിരിച്ചാലെന്താ? അങ്ങനെയാടാ കഴിവുള്ള ആമ്പിള്ളേര്. നീ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നിനക്ക് ഭയങ്കര കഴിവാന്ന്? വെറുതെയാടാ, അത് വെറും നിന്റെ തോന്നില്ല. സിദ്ധുവേട്ടാ നിങ്ങളും. ഞാനൊരു നഗ്നസത്യം മാത്രല്ലടാ പറഞ്ഞോളൂ. ഏട്ടാ ഞാനന്ന് ടേബിൾ 3യുടെ ഓർഡർ റെഡിയായോ നോക്കിയിട്ട് വരാവേ. ആ ചെല്ലുമോളെ. എന്നാ ഞാനും അങ്ങോട്ട്. എങ്ങോട്ട്? അല്ല അവിടെ ചെന്നിരിക്കാൻ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആ അതെന്തായാലും ശരിയാ, എന്നാ പിന്നെ ചെല്ലും. അങ്ങനെ ആയിക്കോട്ടെ. ദൈവമേ മിന്നിച്ചേക്കണേ. ഋതു ഹായ്. എനി ഹെൽപ്പ്? ഓ ഒന്നും മൈൻഡ് ചെയ്യടോ. ഒന്നുമില്ലേലും ഞാൻ തന്നെ കാണാൻ വേണ്ടിട്ട് മാത്രമായിട്ട് വന്നതല്ലേ. അയ്യോ ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുവരാൻ മറന്നുപോയി. അതെ, കുട്ടി ഇപ്പൊ പറഞ്ഞതൊന്ന് എഴുതി കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാവുമായിരുന്നോ? വേണ്ട, നിർബന്ധമില്ല. ഹെൽപ്പൊന്നും വേണ്ട, പൊക്കോളാന്നായിരിക്കും പറഞ്ഞതല്ലേ. എന്നാ പിന്നെ ഞാൻ പോവാ. ദാ പോയി. പിന്നെ കാണാട്ടോ. ശരി എന്നാ. എന്തേ പട്ടി ചന്തക്ക് പോലെ തിരിച്ചു വരുന്നേ? അവിടെ നാറി. അവളുടെ കയ്യിൽ ആട്ട് കിട്ടിയെന്ന് നീ എൻ്റെ അടുത്ത് ചാടിക്കഴിച്ചിട്ട് എന്താടാ കാര്യം? നന്നായിപ്പോയി, നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. ഓ മോനും ശിവയുടെ അടുത്തുനിന്ന് ആവശ്യത്തിന് കിട്ടിക്കാണുമായിരിക്കല്ലോ. അല്ല അത് പിന്നെ അപ്പൊ പിന്നെ മിണ്ടരുത്. ഇന്നാ നിങ്ങളുടെ കോഫി. എന്തേ നവി, എനി ഇംപ്രൂവ്മെന്റ്സ്? ഇംപ്രൂവ്മെന്റ്സ് ഒരു ദിവസം കൊണ്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനാവും മജീഷ മുതുകാടൊന്നുമല്ല. അവൾ എന്താ പറഞ്ഞ നവി? എന്തു പറയാൻ, അവളവനെ നൈസായിട്ട് ആട്ടി കിട്ടും, അത്രേ ഉള്ളൂ. ഇയാൾ ഇന്ന് ഞാൻ തനിക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഞാൻ തന്നോടല്ലല്ലോ സംസാരിക്കുന്നേ. ഹലോ, എന്റെ വായ, എന്റെ വാക്കുകൾ, എന്റെ ശബ്ദം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംസാരിക്കും. നീ പോടി. എന്താ? അല്ല ഇവിടെയൊക്കെ ഭയങ്കര പൊടി എന്ന് പറയായിരുന്നു. ജസ്റ്റ് മിസ്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ പിടിച്ചു വിഴുങ്ങിയാണ്. നവി വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു വഴി ഉണ്ടാക്കാം. ആ എന്താ നമ്മ മോളെ? ആണോ? എന്നാ പോയി കൊടുത്തിട്ട് വായോ. ആ നീ വന്നോ? അയ്യോ എനിക്ക് കൂടെ വരാൻ പറ്റത്തില്ലല്ലോടാ. ഏട്ടനും സ്റ്റാഫ്സിനും കൂടി ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നീ കണ്ടില്ലേ തിരക്ക്? ഇപ്പൊ നല്ല പീക്ക് ടൈം അല്ലേ? ആ ശരിയാണ്, നീ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെ തിരക്ക് വരുന്ന നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അയ്യോ അത്രയും ദൂരം ഒന്നും മോൾ ഒറ്റയ്ക്ക് പോകണ്ട. ഒരു കാര്യം ചെയ്യാം. നവി ഒന്ന് വന്നേടാ. എന്താ സിദ്ധോട്ടെ വിളിച്ചേ? അതെ, നമ്മമ്മൾക്കൊരു ഡെലിവറി കൊടുക്കാനുണ്ടായിരുന്നു. അത് കുറച്ച് ദൂരെയാ, വാൾ സ്ട്രീറ്റില്ല. ഇവിടെ തിരക്കായതുകൊണ്ട് എനിക്കും ശിവയ്ക്കൊന്നും കൂടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ നവി ഒന്നും കൂടെ ചെല്ലാവോ നമ്മുൻ്റെ? അല്ല അവൻ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വരാം നമ്മ കൂടെ. ഇയാൾ എല്ലാം ചാളാക്കും. ഏയ് അത് പറ്റില്ല.
മനുവിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ആവശ്യമുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് വരും, അപ്പോൾ സ്റ്റോക്ക് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളും കൂടെ വേണം അല്ലേ ഏട്ടാ? ആ അതെ അതെ, അതുകൊണ്ട് നവി തന്നെ കൂടെ വരട്ടെ മോളെ. അത് പറ്റില്ല നമ്മു, നീ പോവുകയാണെങ്കിൽ നവിയുടെ കൂടെ പോയാൽ മതി. നീ ഒറ്റയ്ക്ക് എന്തായാലും ഞങ്ങൾ വിടത്തില്ല. നോക്കി നിൽക്കാതെ പുറകെ ചെല്ലടാ നവി. ദേ പിന്നെ ചാൻസ് ഞാൻ ഒപ്പിച്ച് തന്നിട്ടുണ്ട്, ഇനി ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണേ. താങ്ക് യു ശിവ, താങ്ക് യു സോ മച്ച്. നന്ദിയൊക്കെ നമുക്ക് പിന്നെ പറയാം, നീ ഇപ്പൊ ചെല്ലാൻ നോക്ക്. സ്റ്റോക്ക് എപ്പോഴാണ് വരുന്നത് ഏട്ടാ? ഞാൻ സ്റ്റോക്ക് എടുക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്താൽ മതിയോ? സ്റ്റോക്ക് തന്റെ ശിവ നോ. എടോ, താൻ ശരിക്കും മടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുവാണോ? തന്നെയൊക്കെ പിടിച്ച് ആരാണ് അഡ്വക്കേറ്റ് ആക്കിയത്? തന്നെയൊക്കെ അടുത്തൊരു കേസ് കൊണ്ടുവന്ന് തന്ന വാദി പിടിച്ച് പ്രതിയാക്കുമല്ലോ താൻ. ആ കേസ് കൊണ്ടുവന്ന് തന്ന ആളുടെ കാര്യത്തിൽ തീരുമാനമോ എപ്പോൾ കേസ് തോറ്റെന്ന് ചോദിച്ചാൽ മതി. ഇങ്ങനെ ഒരു പൊട്ടൻ. ദേ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചാറുണ്ടല്ലോ, ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. യു നോ ദാറ്റ്. ഞാൻ ഏറ്റെടുത്ത് ഒരു കേസ് പോലും ഇതുവരെ തോറ്റിട്ടില്ല. തേങ്ങയാണ് അയാളുടെ ഒരു പ്രൊഫഷൻ. ഏട്ടാ ഞാൻ കിച്ചണിൽ കാണുവേ. ശരി ശിവ. സിദ്ധു ഏട്ടാ, നിങ്ങളുടെ അനിയത്തിക്ക് എന്നെ കാണുമ്പോ കളിയാക്കില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം കിട്ടത്തില്ലേ? വേറെ എല്ലാവരുടെ മുന്നിലും ഞാൻ പിടിച്ചു നിൽക്കും, എന്താ ഇവളുടെ മുന്നിൽ മാത്രം ഞാൻ തോറ്റു പോണേ? ചില സ്ഥലത്തൊക്കെ തോറ്റു കൊടുക്കുന്നത് നല്ലതിനാണോ മനു? നടച്ചു കൈ പിടിച്ചു വാ പൊന്മാനെ മാനെ 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 മായാതിൽ വാലേ. കൊഞ്ചം പാത്ത് വിട് കൊഞ്ചം പേസി വിട് എന്തെങ്കിലും മിണ്ടോ? നീ മിണ്ടി ഇഷ്ടപ്പെടുമോ? എന്നോട് ദേഷ്യപ്പെടും, ചാടിക്കടിക്കാൻ വല്ല വരുമോ? എന്തെങ്കിലാവട്ടെ, ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോകുന്നതിന് നല്ലത് എന്ത് സംസാരിച്ചു പോകുന്നല്ലേ. ഞാൻ കണ്ടു. ഋതുവിന് ഫ്ലവേഴ്സ് എത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അല്ല, സിദ്ധുവേട്ടൻ പറഞ്ഞായിരുന്നേ ഋതുവിന് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ഋതുവിന് ലൈസൻസ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു 2 വീലറോ കാറോ എന്തെങ്കിലുമൊക്കെ എടുത്തൂടെ? അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദൂരത്തൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും പോയി കൊടുക്കാൻ എളുപ്പമല്ലേ, ഇങ്ങനെ വെറുതെ നടക്കണ്ടല്ലോ. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് നടക്കാനായിട്ട്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. മിണ്ടാതെ നടക്കാൻ വല്ല ആയിരിക്കോ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. മിണ്ടാതെ നടക്കാം, അതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവളെന്നെ കൂടെ കൊണ്ടുപോയില്ലെങ്കിലോ. ഋതു വെയിറ്റ്, ഞാനും വരുന്നു, ഞാൻ മിണ്ടാതെ നടന്നോളാം. ഹായ് സിദ്ധുവേട്ടാ. ശിവ ഹായ്. എത്തിയല്ലോ. ഇന്ന് അവൾക്കല്ല ഓർഡർ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് അടുത്താണ്. അവളത് ഓർഡർ കൊടുക്കാൻ ഇറങ്ങാൻ പോവാ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കൂടെ പോവാണ്. ശിവ ഈ സാധനത്തിനൊന്ന് നോക്കിയേക്കണേ. അതിനെ ഞാനെന്തിനാ നോക്കുന്നേ? പ്രായപൂർത്തിയാവാത്ത കൊച്ചൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ അയാൾ തന്നെ അയാൾ നോക്കിക്കോളും. അതെന്തേലും ആവട്ടെ. എടാ നീ ഇവിടെ നിൽക്കേ, ഞാൻ എന്നാ പോയിട്ട് വരാം. അവനും പിന്നെ വേണ്ടാതായി. എന്നെ ആർക്കും വേണ്ടല്ലോ സിദ്ധുവേട്ടാ. നന്നായിപ്പോയി, തനിക്ക് അങ്ങനെ തന്നെ വേണം. സിദ്ധുവേട്ടാ, ഒരാളിവിടെ അവന്റെ സ്നേഹം സക്സസ്ഫുൾ ആക്കാനൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിലെ സ്നേഹം ചിലരിവിടെ കാണാതെ പോകുന്നു. കയ്യിലിരിപ്പ് നന്നാവണേ. സിദ്ധുവേട്ടാ, ഞാൻ ടേബിളിൽ ഓർഡർ എടുക്കാൻ പോവാണ്. സാരില്ലടാ, നിനക്കൊരവസരം വരുന്നേ. ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി. ഋതു ഹായ്, ഓർഡർ കൊടുക്കാൻ ഞാനും വരാന്നേ.
പുറകെ വരരുതെന്നായിരിക്കുമല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഇവർക്ക് എന്തിന് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞാൻ വരും. എന്നെ കണ്ടാലല്ലേ പ്രശ്നവും, കാണാതെ വരാലോ. ഞാനൊന്ന് പറഞ്ഞു തറതു, ഒരിക്കലും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കില്ല, നിഴല് പോലെ കൂടെ ഉണ്ടാവുമെന്ന്. ആ വാക്ക് ഞാൻ തെറ്റിക്കില്ല. അയ്യോ എൻ്റെ അമ്മേ, ഇവക്ക് എന്തൊരു സ്പീഡാ! ഒന്ന് പയ്യെ പോക്കൂടെ? ഓ, നടന്ന മനുഷ്യൻ്റെ ഊപ്പാടിളകി. നമു, ഞാൻ ചുമ്മാ നിന്നെ കാണാനായിട്ട്. ഓ, അത് ഞാൻ ഇന്നലെ എത്തി. അല്ല, നിന്റെ ഏട്ടനും പിന്നെ പാർട്ട്ണർ ഇൻ ക്രൈം ഒക്കെ എന്ത് പറയുന്നു? ആ, കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. നിന്നോട് ഞാൻ ആക്ച്വലി നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വന്നതാ. അയ്യോ അമ്മേ, ഋതു അല്ലേ അത്? ഇവളെന്താ ഇവിടെ നിൽക്കുന്നേ? അത്താരത് അവളുടെ കൂടെയുള്ള ആരായിട്ടായി സംസാരിക്കുന്നത്? ആൽഫനല്ലേ അത്? സിദ്ധുവേട്ടൻ പറഞ്ഞത് ഇവനെ പറ്റിയല്ലേ? അവനാണോ ഇവൻ? ഇവളെന്തിന് ഇവനായിട്ട് സംസാരിക്കുന്നേ? ഇവർക്ക് തമ്മിൽ എന്താ സംസാരിക്കാനുള്ള? ഓക്കേടാ, ശരിയെന്നാ ഞാൻ പോവാം. നിന്റെ ഡെലിവറി വൈകിക്കണ്ട. എന്തെങ്കിലും ഫെർദർ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്തായിരിക്കും ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവുക? ഇവൾക്കപ്പം ഇവനോട് ദേഷ്യമൊന്നുമില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സിദ്ധു ഏട്ടാ, നമ്മ തിരിച്ചു വന്നിട്ട് കുറച്ചു നേരം ആയല്ലോ, പക്ഷെ നവീൻ ഇതുവരെ കണ്ടില്ലല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആ, ദേ വന്നല്ലോ നവീൻ. എടാ, നീ ഇതവിടെ പോയേക്കുമായിരുന്നു, അവളുടെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട്. ഡാ നവീ, എന്താ? നിന്നോടാ ചോദിച്ചേ, നീ അവളുടെ കൂടെ അല്ലേ പോയേന്ന്, പിന്നെ എന്തിത്ര ലേറ്റ് ആയ വരാൻ? ഇല്ലടാ, ഞാൻ അവളുടെ കൂടെ പോയില്ല. അവൾ എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി ദൂരെയായിട്ടാണ് നടന്നത്. അതാ എത്താൻ ലേറ്റായ. ഓ, എന്നാൽ നമുക്ക് പോയാലോ? കുറച്ച് മുന്നേ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ അർജന്റ് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്കെന്നാ ഓഫീസിലേക്ക് പോവാം. ആണോ? ആ, എന്നാ ഇറങ്ങാം. സിദ്ധുവേട്ടാ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ശിവനോട് പറഞ്ഞേക്കേ. ആണ്, ഞാൻ പറഞ്ഞേക്കാം. ഡാ, നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? എടാ മനു, ഞാനിന്ന് അവനെ കണ്ടടാ. ആരെ കണ്ടുന്നു? ആ, ആൽവിനെ. ഏത് ആൽവി? എടാ, ഋതുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആൽവിൻ ആന്റണി. അതിനിപ്പോൾ എന്താ? എടാ, അങ്ങനെയല്ല, ഞാൻ ഋതു അവനായിട്ട് സംസാരിക്കുന്നതാ കണ്ടേ. എന്താ പറഞ്ഞേ? നമ്മുമായിട്ട് സംസാരിക്കുന്നതോ? ആ, അതെ, അവന് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ പോകുന്ന വഴി അവനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ തമ്മിൽ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടില്ല. പക്ഷേ അവൾ അവനോട് ദേഷ്യത്തിലൊന്നുമല്ലടാ സംസാരിച്ച്. ചിരിച്ചും കളിച്ചുമൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ച്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. ഋതുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവളുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവളിട്ടിട്ട് പോയി അവനോട് അവൾക്ക് ദേഷ്യം കാണാനാണ് വഴി. കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ അവർ നല്ല ഹാപ്പിയായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ആ തെണ്ടി അവളെ കെട്ടിപ്പിടിക്കുക വരെ ചെയ്തു. അതെന്താന്നാലും അങ്ങനെ? അതാ എനിക്കും മനസ്സിലാവാത്ത. എന്തോ ഉണ്ടടാ മനു. എനിക്ക് തോന്നുന്നു സിദ്ധുവേട്ടനും ശിവയ്ക്കും അറിയാത്ത എന്തോ ഒന്ന് ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ട്. എടാ, ഇനി ഞാനെന്ന് പറഞ്ഞ പോലെ അവൾക്കെപ്പോഴും അവന് ഇഷ്ടമായിരിക്കോ? അതല്ലോ ആയിരിക്കോ? പോടാലവലാതി മനുഷ്യനെ ടെൻഷൻ ആക്കാതെ. ഇതതൊന്നും ആയിരിക്കത്തില്ല. ആണെങ്കിൽ അവനെ കൊല്ലിഞ്ഞ്. ഡോണ്ടു അങ്ങനെയൊന്നും ചിന്തിക്കാൻ കൂടെ പാടില്ല.
നമുക്ക് കണ്ടുപിടിക്കാന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. ബാ, ഇപ്പൊ നമുക്ക് ഓഫീസിൽ പോവാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ നമ്മളെ വെച്ചേക്കത്തില്ല. അതും ശരിയാ. നീ വണ്ടി എടുക്ക്. ചിരപ്രണയമേ പ്രണയമേ ഹായ് ഋതു. ഋതു ഹായ്. ഋതു ഗുഡ് മോർണിംഗ്. ഋതു ഞാനും കൂടെ. ആൽവി സർ, ഇന്ന് അപ്പോയിൻമെന്റിലെത്ത 2 പേര് സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. Okay, ask them to come in. ഓക്കെ സർ. Excuse me. Yes, come in. Hi, please take your seats. ഓക്കെ, നിങ്ങൾ KK എൻ്റർപ്രൈസസിനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ലേ? എന്ത് കൊളാബറേഷനെ പറ്റി സംസാരിക്കാൻ വന്നതാ? ഞങ്ങൾ ആക്ച്വലി കൊളാബറേഷനെ പറ്റി സംസാരിക്കാനൊന്നും വന്നതല്ല, വേറൊരു കാര്യം സംസാരിക്കാൻ വന്നതാ. വേറെ എന്ത് കാര്യം? സി ആൽവിൻ, വളച്ചിട്ടില്ലാതെ കാര്യം ചോദിക്കാൻ ഞാൻ. താനും അമൃതയുമായിട്ട് എന്താ ബന്ധം? താൻ അവളുടെ ബ്രേക്കപ്പ് ആയതല്ലേ? പിന്നെ താൻ എന്തിനാ അവളെ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ അവളുടെ ആരാ? ഡാ, മര്യാദക്ക് ചോദിച്ചതിൻ്റെ ആൻസർ പറയടാ നാറി. വെറുതെ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് നീ. എടാ നവി, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഐ എം സോറി ആൽവിൻ. എടോ, ഞങ്ങൾ ആക്ച്വലി അവരുടെ ഫ്രണ്ട്സാണ്. ഇത് നവി, KK എൻ്റർപ്രൈസസിൻ്റെ MD ആണ്. ഞാൻ ആ കമ്പനിയിലെ ലീഗൽ അഡ്വൈസറാണ്, മാനു. ഞങ്ങൾ ആക്ച്വലി ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ് അവരെ. ശിവേനെ നമ്മൂനെ സിദ്ധുവേട്ടനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കുറച്ച് നാൾ കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പാസ്റ്റും കാര്യങ്ങളെല്ലാം സിദ്ധുവേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ്റെ നമ്മൂൻ്റെയും കാര്യങ്ങളൊക്കെ സിദ്ധുവേട്ടൻ പറഞ്ഞു ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉള്ളത്. അന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഇവൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് കാര്യങ്ങൾ നേരിട്ട് വന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് വന്നേ. ശരിക്കും നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല ഇപ്പോൾ? മനു നവിയല്ലേ? എൻ്റെ അടുത്ത് നമു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെപ്പറ്റി. എനിക്കറിയാം നിങ്ങളെ, അവൾ പറഞ്ഞു. നമു ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നോ? അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധുവേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, സിദ്ധുവേട്ടനും ശിവയ്ക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമ്മുമായിട്ട് തന്നെ അവരോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ. അതെന്ത് കാര്യങ്ങളാ? പറയാം, പക്ഷെ അതിനു മുന്നേ നമുക്കേതെങ്കിലും ഒരു കോഫി ഷോപ്പിലേക്ക് പോയാലോ? കാരണം ഇവിടെ ഇരുന്ന് എനിക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. യാ ഷുവർ. ഇനി പറ, അവരറിയാത്ത വേറെ എന്ത് കാര്യങ്ങളല്ലേ? അന്ന് അവരുടെ പേരൻസിനും നമ്മൂന് സംഭവിച്ച ആക്സിഡൻ്റ് ഇല്ലേ, അത് വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല. ഇറ്റ് വാസ് എ പ്ലാൻഡ് അറ്റാക്ക്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് നേരത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി. യാ, ബിക്കോസ് അവരുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സൊക്കെ വന്നിട്ട് സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലേക്കാക്കി ഇവരുടെ കയ്യിൽ നിന്നെല്ലാം എഴുതി വാങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതായിരുന്നു. യെസ്, യു ഗൈസ് ആർ റൈറ്റ്. അതിൻ്റെ പുറകിൽ മറ്റാരുമല്ല, എൻ്റെ സ്വന്തം പപ്പ തന്നെയാണ്. വാട്ട്, ആൻ്റണി സാറോ? പക്ഷേ ആ ടൈമിൽ തൻ്റെ നമ്മുടെ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നില്ലേ? പിന്നെ എന്തിനാ ആൻ്റണി സാർ അങ്ങനെ ചെയ്തേ? പപ്പ അങ്ങനെ ചെയ്യാനുള്ള കാരണവും ഞങ്ങളുടെ മാരേജ് തന്നെയായിരുന്നു. വാട്ട് ഡു യു മീൻ? അന്ന് ആക്ച്വലി ആ കാറിൽ നമ്മു ഉണ്ടെന്ന് പപ്പയ്ക്ക് അറിയില്ലായിരുന്നു. അവരുടെ പേരൻസിനെ ആക്സിഡൻ്റ് ആക്കിയിട്ട് സ്വത്തുക്കളെല്ലാം നമ്മുവിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം. എന്നിട്ട് ഞങ്ങളുടെ മാരേജ് നടത്തിയിട്ട് അവളെ കൊണ്ട് അതെല്ലാം എൻ്റെ പേരിലേക്ക് മാറ്റിക്കണം. ഇതായിരുന്നു പപ്പയുടെ പ്ലാൻ. പപ്പയുടെ അന്നത്തെ മെയിൻ ബിസിനസ് എനിമിയായിരുന്നല്ലോ ദേവദാസ് അങ്കിളും അങ്കിളുടെ കമ്പനിയും. അപ്പോൾ അവരുടെ കമ്പനിയും കൂടി ഞങ്ങളുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് കാര്യങ്ങൾ പപ്പയ്ക്ക് പേടിക്കാൻ വേണ്ടല്ലോ. ഓ, ആൻ്റണി സാർ വിചാരിച്ച പോലെ അല്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ കഥയിലെ വില്ലൻ അയാൾ തന്നെയാണല്ലേ? അൺഫോർച്ചുനേറ്റ്ലി യെസ്. പക്ഷേ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായ അന്ന് പപ്പ ഈ പ്ലാനിനെ പറ്റി ആരുടെ അടുത്തോ ഫോണിലൂടെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നത്. അപ്പം തന്നെ ഞാൻ നമ്മൂനെ വിളിച്ചതെല്ലാം ഇൻഫോം ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കോള് കണക്റ്റ് ആവുന്നതിന് മുന്നേ തന്നെ ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ആക്സിഡൻറ്റിന് ശേഷം ആരും അറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നമ്മൂനെ കണ്ടിരുന്നു. അവിടെ വെച്ച് എല്ലാം അവളോട് തുറന്നു പറയുകയും ചെയ്തതാണ്. ഓ, ഇത്രയൊക്കെ ചെയ്തിട്ട് അയാൾ എപ്പോഴും എഴുതി നടക്കുന്നുണ്ടല്ലോ പുറത്ത്.
നോക്കിക്കോ, എൻ്റെ ഋതുവിൻ്റെ ഫാമിലീനെയും അവളുടെ ഹാപ്പിനെസ്സിനെയും തകർത്ത ഒരാളെ ഞാൻ വെറുതെ വിടില്ല. അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് ഞങ്ങൾ ഒരു വരവ് കൂടി വരും നിന്റെ തന്തേനെ പിടിച്ച് ജയിലിലിടാനായിട്ട്. ഇതൊക്കെ നീ എന്തിനാണ് ഇവനോട് പറയുന്നത്? എത്രയൊക്കെ വന്നാലും രക്തബന്ധമല്ലേ, ഇവൻ അയാളെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ ട്രൈ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം, പക്ഷേ ഇപ്പം നവി പറഞ്ഞതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളത്ര ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും വേണ്ട. എൻ്റെ പപ്പേനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രൂഫും ഞാനും ആളും കൂടി കളക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇത്രയും നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഈ പ്രൂഫ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് അന്ന് അങ്കിളും എൻ്റെ മരിച്ചതിന് ശേഷം അവരുടെ പ്രോപ്പർട്ടീസും കമ്പനിയെല്ലാം ബിസിനസ് പാർട്ട്നേഴ്സിന് പൈസ കൊടുക്കാനുണ്ടെന്നുള്ള കള്ളക്കഥ ഉണ്ടാക്കി എൻ്റെ പപ്പയുടെ പേരിലേക്കാണ് അങ്ങേര് അതെല്ലാം എഴുതി മേടിച്ചത്. അവരുടെ എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിലേക്ക് തന്നെ തിരിച്ച് മാറ്റണം എന്നുണ്ട് എനിക്ക്. അവള് പക്ഷേ അത് സിദ്ധുവേട്ടൻ്റെ ശിവയുടെയും പേരിലേക്ക് മാത്രം മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് അത് 3 പേരുടെ പേരിലേക്കും കൂടി മാറ്റാനാണ് ഇഷ്ടം. അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ കൂടെ വേണം. ഇവിടെയുള്ള അഡ്വക്കേറ്റ്സിനെല്ലാം തന്നെ എൻ്റെ പപ്പേനെ നന്നായിട്ട് അറിയാം. ഞാൻ അവർ ഇക്കാര്യം പറഞ്ഞ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം അറിയിക്കുന്ന എൻ്റെ പപ്പേനെ ഇരിക്കും. അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റിനെ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു കരക്കടുപ്പിക്കാം. താൻ എന്തിനാ അവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നേ? അവൾ അത്രയും നല്ല കുട്ടിയായതുകൊണ്ട്, അവൾ എനിക്കങ്ങനെ കൈവിട്ട് കളയാൻ പറ്റാത്തതുകൊണ്ട്. തനിക്ക് അവൾ ഇത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ താൻ എന്തിനോട് പിന്നെ അവളെ വേണ്ടാന്ന് വെച്ചേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൾ ഒറ്റക്കാക്കിയേ. അല്ല, ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ടോടോ മനു? ഞാൻ അവളെ വേണ്ടാന്ന് വെച്ചത് അവൾക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടല്ല. അവൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ അവളെ അക്സെപ്റ്റ് ചെയ്തേനെ. അവൾ എൻ്റെ പെങ്ങളല്ലായിരുന്നെങ്കിൽ, എൻ്റെ അനിയത്തിക്കുട്ടി അല്ലായിരുന്നെങ്കിൽ. അനിയത്തിയോ?